ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറയുന്നു. തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോൻ പള്ളിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ തൃപ്പൂണിത്തുറ പള്ളിയിൽ മാതാവിൻ്റെ ദർശന തിരുനാൾ ആരംഭിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതും ബൈസെൻട്രി തിരുനാളാണ്. തൃപ്പൂണിത്തുറ പള്ളിയുടെ 200 വർഷം തികയുന്ന ഒരു തിരുനാളാണ് നമ്മുടെ പള്ളിയിൽ നടക്കുന്നത്. നമ്മുടെ പള്ളിയുടെ ചരിത്രത്തിലേക്കൊന്ന് പോകാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പള്ളിയുടെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ എല്ലാ റീത്തിനെയും, നമ്മുടെ സഭയിലെ എല്ലാ റീത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റ് കത്തോലിക്ക വിഭാഗത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തിരുനാളായിരുന്നു നമ്മുടെ തിരുനാൾ. നാനാജാതി മതസ്ഥർ നമ്മുടെ പള്ളിയിൽ വരികയും മാതാവിനെ വണങ്ങുകയും ചെയ്യുന്ന ഒരു തിരുനാളായിരുന്നു. നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് സുറിയാനി പാട്ട് കുർബാന ഉണ്ടായിരുന്നു, മലങ്കര റീത്തിലുള്ള കുർബാന ഉണ്ടായിരുന്നു, ലത്തീൻ റീത്തിലുള്ള കുർബാന ഉണ്ടായിരുന്നു. കാരണം ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പല കുർബാനകളിലും ശുശ്രൂഷയായിട്ട് നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. പക്ഷേ കാലങ്ങൾ കടന്നു പോകുമ്പോൾ സുറിയാനി പാട്ട് കുർബാന ഇല്ലാതായി. അതിന് പറഞ്ഞ മറുപടി സുറിയാനി പാട്ട് കുർബാനയ്ക്ക് പറ്റിയ അച്ഛന്മാരെ കിട്ടുന്നില്ല എന്നുള്ള മറുപടിയായിരുന്നു. അന്ന് നമുക്കിതിൻ്റെ പുറകിലുള്ള കളികളൊന്നും അറിയാൻ പാടില്ലായിരുന്നല്ലോ. അതിനുശേഷം മലങ്കര റീത്തിലുള്ള കുർബാന ഇല്ലാതായി. പക്ഷേ നമ്മളുടെ പാരമ്പര്യം അനുസരിച്ച് ലത്തീൻ സഹോദരന്മാരും കണ്ടമാനം നമ്മുടെ ഇടവയ്ക്ക് ചുറ്റുമുള്ളത് കൊണ്ടും ലത്തീൻ കുർബാന എന്തായാലും നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. ഈ വർഷം അതും ഇല്ലാതായി. അതായത് കത്തോലിക്ക സഭയായിട്ട് യാതൊരു ബന്ധവുമില്ല. മാർപ്പാപ്പയുടെയും സഭാ സിനഡിന്റെയും തീരുമാനത്തിനനുസരിച്ച് പോകുന്ന, മാർപ്പാപ്പയോട് ചേർന്നിരിക്കുന്ന ഒരു കത്തോലിക്ക സഭയായിട്ടും തൃപ്പൂണിത്തുറ പള്ളിക്ക് യാതൊരു വിധത്തിലുള്ള കെട്ടുപാടുമില്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവർ ഏത് സഭക്കാരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, സഭാവിരുദ്ധമായ കുർബാന നടക്കുകയും മാർപ്പാപ്പയെയും മെത്രാന്മാരെയും തള്ളിപ്പറയുകയും അവരെ അനുസരിക്കാതിരിക്കുകയും കുർബാന വിലക്കുള്ള ഒരു വൈദികൻ നടത്തുന്ന പള്ളിയിലേക്ക് ഒരു റീത്തിൽ നിന്നും വൈദികരെ വിടണ്ട എന്നാണ് അതാത് റീത്തുകാരുടെ തീരുമാനം. ഇവരെല്ലാവരെയും അപ്രോച്ച് ചെയ്തിരുന്നു, പക്ഷെ ആരും വൈദികരെ വിട്ടില്ല. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നല്ല കത്തോലിക്കരാരും അത് ചെയ്യുകയുമില്ല. അത് നമുക്ക് വളരെ വ്യക്തമാണ്. രണ്ടാമത്, ഞങ്ങളുടെ തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് പള്ളിക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ ഇടവകക്കാരനായ ഒരു വൈദികനും കൂടെ ഉണ്ട്. അദ്ദേഹം എല്ലാ തിരുനാളുകളിലും നമ്മുടെ പള്ളിയിൽ വരുമായിരുന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ മണ്ടാരത്തച്ഛൻ. ഇത്തവണ ബോധപൂർവം അദ്ദേഹത്തിന്റെ കുർബാനയും അദ്ദേഹത്തിന്റെ പ്രസംഗവും അവർ അവോയ്ഡ് ചെയ്തു. അദ്ദേഹത്തെയും ക്ഷണിച്ചില്ല. ബൈസെൻട്രി ആഘോഷം 200 വർഷം തികയുന്ന ആ ആഘോഷ വേളയിൽ നമ്മുടെ സ്വന്തം വൈദികനെ, നമ്മുടെ ഇടവാംഗമായ മണ്ടാരത്തച്ഛനെ പോലും അവർ മാറ്റി നിർത്തി. എന്താണ് അതിന്റെ കാരണമെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ ബൈസെൻട്രി ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ ആ ഇടവകയുടെ വലിയൊരു ആഘോഷമാണ്. ഒരു കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഇങ്ങനെയുള്ള ഒരു ആഘോഷങ്ങൾക്കൊക്കെ സഭയുടെ മേലധ്യക്ഷന്മാർ ആരെങ്കിലുമൊക്കെ പങ്കെടുക്കും. നമുക്ക് എറണാകുളത്തിന്റെ സ്വന്തം മെത്രാന്മാർ 5 പേരുണ്ടെന്നാണ് കണക്ക്. പ്രത്യേകിച്ച് ഭരണകുളങ്ങര അച്ഛന്റെ ഭരണകുളങ്ങര പിതാവിന്റെ സ്വന്തം ഇടവക പോലെ ഇരുന്ന ഈ പള്ളിയിലേക്ക് അദ്ദേഹമെങ്കിലും വരുമെന്ന് നമ്മൾ വിചാരിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ അരമനയോട് ചേർന്ന് നിൽക്കുന്ന, അതുപോലെ തന്നെ മൗണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പള്ളി സഭയുടെ മേലധ്യക്ഷന്മാർ ആരെങ്കിലും ബൈസെൻട്രി ആഘോഷത്തിന് വരുമെന്ന് സഭാവിശ്വാസികൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമ്മളുടെ കിഴങ്ങന്മാരായ നമ്മളുടെ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ പറയുന്ന നമ്മളുടെ കൈക്കാരന്മാർക്കോ അല്ലെങ്കിൽ വൈസ് ചെയർമാനോ അതുപോലും ക്ഷണിക്കാനുള്ള യോഗ്യതയോ വിവരമോ വിദ്യാഭ്യാസമോ ഇല്ല എന്ന് ഇവർ തെളിയിച്ചു. പിന്നെ എന്ത് ബൈസെൻട്രി ആഘോഷം, എന്ത് പെരുന്നാള്? ഒരു പെരുന്നാളിന് സ്വന്തം ഇടവകയിലെ വൈദികനെ ക്ഷണിക്കാതെ നടത്തുന്ന പെരുന്നാളിന് എന്ത് അർഹതയാണുള്ളത്? കുർബാന വിലക്കുള്ള, ആ പള്ളിയിൽ കയറാൻ പാടില്ല, ഈ പള്ളിയിൽ നിന്ന് മാറി നിൽക്കണം, ഈ ഫൊറോന അതിർത്തിയിൽ ഒരു കുർബാനയും ചെല്ലാൻ പാടില്ല എന്ന് പറയുന്ന വൈദികൻ നടത്തുന്ന കുർബാനയിൽ ആരാണ് പങ്കെടുക്കുന്നത്? കത്തോലിക്ക വിശ്വാസം മാമോദിസ വെള്ളം തലയിൽ വീണ ആരെങ്കിലും കൂദാശ വിലക്കുള്ള ഒരു വൈദികന്റെ കുർബാനയിൽ പങ്കെടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിച്ച ആർക്കും സാധിക്കില്ല അതിന്. സഭ വിലക്കിയ, മാർപ്പാപ്പ വിലക്കിയ കുർബാന കാണാനായിട്ട് കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിച്ച, സീറോ മലബാർ സഭയിൽ വിശ്വസിച്ച ആളുകൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. പിന്നെ എന്ത് ബൈസെൻട്രി ആഘോഷമാണ്
എന്ത് തിരുനാളാണ് തൃപ്പൂണിത്തുറ ഫൊറോന പള്ളിയിൽ അവർ നടത്തുന്നത്? ആർക്കു വേണ്ടിയാണ് നടത്തുന്നത്? വിമതന്മാരുടെ ജാട കാണിക്കാനോ? വിമതന്മാരുടെ കൊള്ള നടത്താനോ? ഈ പള്ളിയിലെ 2-3 പേര് അല്ലെങ്കിൽ 10-15 പേര് വരുന്ന ഒരു ചെറിയ കുറുവ സംഗമത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഇതാണോ തിരുനാൾ? അവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന തിരുനാളാണോ? അതോ കത്തോലിക്ക സഭയിൽ സ്വതന്ത്രമായിട്ട് ഒരു പള്ളിയാണോ ഈ പറയുന്ന മാർപ്പാപ്പ വേണ്ട, മെത്രാന്മാര് വേണ്ട, സഭയുടെ ഒന്നും വേണ്ടാത്ത ഒരു പള്ളിയാണോ തൃപ്പൂണിത്തുറ ഫൊറോന പള്ളി? എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു തൃപ്പൂണിത്തുറ പള്ളിയുടെ ബൈസെൻട്രി ആഘോഷം. അത് ഇത്ര മോശമായിട്ട്, പാരമ്പര്യരഹിതമായിട്ട്, സഭ കൂദാശ വിലക്കുള്ള വൈദികന്റെ നേതൃത്വത്തിൽ നടത്താൻ പോകുമ്പോൾ ഓരോ തൃപ്പൂണിത്തുറക്കാരൻ്റെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.